അങ്ങനെ ഡിസംബർ 9 രാവിലെ ഏകദേശം 10:30 ആദ്യത്തെ കൊലപാതകം നടന്നു. മഞ്ഞിലുള്ള ചോരപ്പാടുകളെ പിന്തുടർന്ന് അവർ കരടിയുടെ മുന്നിലെത്തി. തൊട്ടടുത്ത വെടിയുണ്ട കരടിയുടെ തലയിലും തുളച്ചു കയറി. അതോടുകൂടി നാടിനെ വിറപ്പിച്ച ആ ഒരു ഭീകരതയ്ക്ക് അവിടെ അവസാനമായി. നമ്മൾ ഈ മൃഗശാലകളിലൊക്കെ പോകുന്ന സമയത്ത് കരടികളെ കാണാറുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്. പക്ഷേ ജപ്പാനിൽ നടന്ന ഒരു ആനിമൽ അറ്റാക്കിനെ കുറിച്ച് നിങ്ങൾ കേട്ടാൽ ആ ഒരു ചിന്ത മാറിക്കിട്ടും. 1915 ജപ്പാനിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഇത് സംഭവിക്കുന്നത്. തണുപ്പ് കാലം എന്ന് പറയുന്നത് സാധാരണ കരടികൾ ഒരുപാട് ഉറങ്ങുന്ന സമയമാണ്. എന്നാൽ ഉറക്കം നഷ്ടപ്പെട്ട ഒരു കരടി ഒരു നാടിന്റെ മൊത്തം ഉറക്കം കെടുത്തിയ ഒരു സംഭവമാണിത്. വെറും 6 ദിവസം കൊണ്ട് 7 പേരെയാണ് ഈ കരടി കൊന്നു തള്ളിയത്. സംഗബെറ്റ്സു ബ്രൗൺ ബിയർ ഇൻസിഡന്റ് എന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്ന ഒരു നാടിനെ തന്നെ കിടുകിട വിറപ്പിച്ച സംഭവ ബഹുലമായ ആ ഒരു 6 ദിവസത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ. നവംബർ മാസത്തിൻ്റെ പകുതിയോടെയാണ് ഈ കരടിയെ നാട്ടിൽ ആദ്യമായി കാണുന്നത്. അതൊരു സാധാരണ കരടിയായിരുന്നില്ല. ഏകദേശം 750 പൗണ്ട് ഭാരവും 9 അടി ഉയരവും ഉണ്ടായിരുന്ന ഒരു ഭീകരനായ ബ്രൗൺ ബിയർ. വിശന്ന് വലഞ്ഞ് നാട്ടിലെ ഒരു കൃഷിയിടത്തിലെത്തിയ ഈ കരടിയെ നാട്ടുകാർ ആട്ടി ഓടിക്കാൻ ശ്രമിച്ചു. ഇതിന്റെ ഭാഗമായി ചില വേട്ടക്കാർ കരടിക്ക് നേരെ വെടിയുയർത്തു. ഇതിൽ കരടിക്ക് പരിക്കേറ്റിരുന്നെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടില്ല. അങ്ങനെ പരിക്കേറ്റ കരടി കാട്ടിലേക്ക് തന്നെ തിരിച്ചുപോയി. വെടിവെപ്പിൽ ചത്തുപോയെന്ന് വിശ്വസിച്ച ജനങ്ങൾ അറിഞ്ഞില്ല കൂടുതൽ അപകടകാരിയായി അത് തിരിച്ചു വരുമെന്ന കാര്യം. അങ്ങനെ ഡിസംബർ 9 രാവിലെ ഏകദേശം 10:30 ആദ്യത്തെ കൊലപാതകം നടന്നു. അതും ഒരു പിഞ്ചു കുഞ്ഞിനെയായിരുന്നു കരടി ആക്രമിച്ചു കൊന്നുകളഞ്ഞത്. ഇതിനിടെ കരടിയെ തടയാനായി ചെന്ന ഒരു സ്ത്രീയെയും കരടി ആക്രമിച്ചു. ആളുകൾ വരുന്നതിന് മുമ്പ് തന്നെ ഈ സ്ത്രീയെയും എടുത്തുകൊണ്ട് കരടി കാട്ടിലേക്ക് തിരിച്ചു കയറി. തൊട്ടടുത്ത ദിവസം ഈ സ്ത്രീയെയും തിരഞ്ഞ് കാട്ടിലേക്ക് ഇറങ്ങിയവർ കണ്ടത് ആ സ്ത്രീയുടെ ശരീരത്തിന്റെ പകുതി മാത്രമായിരുന്നു. ഒരു തവണ മനുഷ്യമാംസം രുചിച്ച ഈ കരടി കൂടുതൽ അപകടകാരിയായി. ഇതിനോടകം തന്നെ നാട്ടിലാകെ പരിഭ്രാന്തി പടർന്നു. ആളുകൾ കയ്യിൽ കിട്ടുന്ന ആയുധങ്ങളും എടുത്ത് കരടിയെ തിരഞ്ഞിറങ്ങി. എന്നാൽ ഡിസംബർ 10 രാത്രി, അതായത് തൊട്ടടുത്ത ദിവസം രാത്രി, കരടി വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങി. ഇത്തവണ പക്ഷേ സ്ത്രീകളും കുട്ടികളും ഒരുപാടുണ്ടായിരുന്ന ഒരു വീട്ടിലേക്കായിരുന്നു കരടിയുടെ വരവ്. കരടിയെ കണ്ട് ഭയന്ന് ആളുകൾ വെളിച്ചമെല്ലാം കെടുത്തിയെങ്കിലും 3 കുട്ടികളെയും ഒരു ഗർഭിണിയായ സ്ത്രീയെയും കരടി കൊന്നുതള്ളി. കുറച്ചു പേർക്ക് വളരെ ഗുരുതരമായി പരിക്കുകളുമേറ്റു. ആ ഒരൊറ്റ രാത്രി കൊണ്ട് നാട് മൊത്തം കൂട്ട നിലവിളികളായി. വെറും 2 ദിവസം കൊണ്ട് 6 മരണങ്ങൾ. അങ്ങനെ എങ്ങനെയെങ്കിലും ഈ കരടിയെ കൊന്നേ തീരുവെന്ന് ആളുകൾ ഉറച്ചു തീരുമാനിച്ചു. ഓരോരുത്തരും കയ്യിലിരുന്ന പരമാവധി ആയുധങ്ങളും എടുത്ത് 60ഓളം പേരടങ്ങുന്ന ഒരു സംഘം കരടിയെ തേടിയിറങ്ങി. ആ കൂട്ടത്തിൽ യമമോട്ടോ ഹൈക്കിച്ചി എന്ന ഒരു പ്രശസ്തനായ കരടി വേട്ടക്കാരനും ഉണ്ടായിരുന്നു. അങ്ങനെ ഡിസംബർ 14 മഞ്ഞിലുള്ള ചോരപ്പാടുകളെ പിന്തുടർന്ന് അവർ കരടിയുടെ മുന്നിലെത്തി. ഏതാണ്ട് 60 അടി ദൂരെ വെച്ച് ഹൈക്കിച്ചി ആദ്യത്തെ വെടിയുയർത്തു. അത് കൃത്യമായി കരടിയുടെ ഹൃദയത്തിൽ തന്നെ തുളച്ചു കയറി. തൊട്ടടുത്ത വെടിയുണ്ട കരടിയുടെ തലയിലും തുളച്ചു കയറി. അതോടുകൂടി നാടിനെ വിറപ്പിച്ച ആ ഒരു ഭീകരതയ്ക്ക് അവിടെ അവസാനമായി. ഇന്നും ജപ്പാനിലെ ജനങ്ങൾ ഈ ഒരു ചരിത്രത്തെ പേടിയോടെയാണ് ഓർക്കുന്നത്. മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയിൽ നമ്മൾ മനുഷ്യർ കൈകടത്തുന്നത് എത്രത്തോളം അപകടം നിറഞ്ഞ ഒന്നാണെന്ന് ഈ ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി ജീവിതത്തിൽ എപ്പോഴെങ്കിലും കരടികളുള്ള കാട്ടിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ ഈ കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിച്ചിരിക്കണം. കരടിയെ ഫേസ് ടു ഫേസ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്തിരിഞ്ഞോടാതെ പതിയെ പിന്മാറുക. ഒരു കാരണവശാലും കരടികളുമായി ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യരുത്. അതുപോലെ ഒരു ബ്രൗൺ ബിയർ ആണ് നിങ്ങളെ ആക്രമിക്കാൻ വരുന്നതെങ്കിൽ നിലത്ത് ചത്തതുപോലെ കിടക്കുക. അങ്ങനെ അനങ്ങാതെ കിടന്നു കഴിഞ്ഞാൽ മേ ബി കരടി നിങ്ങളെ ഒഴിവാക്കി പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ഏകദേശം 8 വർഷത്തോളം ഒരു നാട്ടിലെ മുഴുവൻ ആളുകളെ വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ പേടിപ്പെടുത്തിയിരുന്ന ഒരു പുലി ഉണ്ടായിരുന്നു. പുണ്യഭൂമിയായ രുദ്രപ്രയാഗിലെ ജനങ്ങളുടെ പേടി സ്വപ്നമായിരുന്ന ആ ഒരു പുലിയുടെ ചരിത്രം പറയുന്ന വീഡിയോ മറക്കാതെ കാണുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.